2010 തുടങ്ങിയപ്പോഴത്തേക്കും ചുരുക്കം ചില സ്കൂളുകളുണ്ടായിരുന്ന പ്രോജക്റ്റ് ഇപ്പോൾ 1048 സ്കൂളുകളിലുണ്ട്. ഓൾമോസ്റ്റ് 88,000 കാഡറ്റ്സ് ഉണ്ട്. ഇവരുടെ അലുമിനി സ്ട്രെങ്ത് തന്നെ 3.5 ലക്ഷം കുട്ടികളാണ് അലുമിനി ആയിട്ട് നിൽക്കുന്നത്. സോ നോ ഡൗട്ട് ഇതൊരു നല്ല പ്രോജക്റ്റാണ്. പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഇതിൽ. പ്ലാനിംഗ് ബോർഡ് സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്, KPMGയുടെ സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്, SCRTയുടെ സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്, CMATയുടെ സ്റ്റഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റഡീസിലും വളരെ വ്യക്തി, ഈവൻ പുറത്തുനിന്ന് വരുന്ന ഏജൻസിയാണ് KPMG ഒക്കെ പറയുന്നത്. അവരുടെ സ്റ്റഡീസിലും വ്യക്തമായിട്ട് ഇതുപോലത്തെ ഒരു ഇൻ്റർവെൻഷൻ സ്കൂളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് ഉറപ്പാക്കാൻ പറ്റും, നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് വേണ്ടി ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു തലമുറ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പം നമ്മളുടെ ഐഡിയ എന്താ പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസൽസ് കൊടുത്തിട്ടുള്ളതും എന്താ പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാ ഗവൺമെൻറ് സ്കൂളിലും നടപ്പിലാക്കുക. അപ്പോൾ ഇപ്പം നിലവിൽ മാക്സിമം കുറച്ച് ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്, കുറച്ച് എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്. വളരെ ചുരുക്കം സ്കൂൾസ് മാത്രമാണ് പ്രൈവറ്റ് സ്കൂൾസ്. ഇപ്പോൾ ആക്ച്വലി ഇൻ പ്രിൻസിപ്പൽ നമ്മൾ അൺഎയ്ഡഡ് സ്കൂൾസിൽ കൊടുക്കാറില്ല, ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഗവൺമെൻറ് സ്പോൺസർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും സ്കൂളുകൾ വ്യാപിക്കണമെങ്കിൽ നല്ലൊരു ചിലവ് വേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പറയുന്ന 1000-ഓളം സ്കൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് ക്ലോസ് ടു 33 crores ആവുന്നുണ്ട് ഒരു വർഷം. പ്ലാൻ ഫണ്ടിലാണ് നമുക്ക് മണി കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും വ്യാപിക്കണമെങ്കിൽ ഇപ്പോൾ 2,500 സ്കൂളുകൾക്ക് കൊണ്ടുവരണമെങ്കിൽ മിനിമം നമുക്ക് 250 കോടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് CSR ടൈപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളിതിൽ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു. അതിന് ആക്ച്വലി CSR ഫണ്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലൊക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് അപ്രൂവൽ കിട്ടുമ്പോൾ നമ്മൾ CSRമായിട്ട് ടൈപ്പ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എയ്ഡഡ് സ്കൂളുകളിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് നോക്കിയാൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ ലെവലിൽ ഇതിൻ്റെ ഒരു കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടാവോ എന്ന് പറഞ്ഞ് സംശയം കാണും പോലീസുകാർക്ക്. അപ്പോൾ ഇത് അങ്ങനെ നോക്കിയാൽ ഈ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൽ 2 ദിവസമാണ് ആക്ച്വലി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളത്. വെനസ്ഡേ വൈകിട്ട് 1 മണിക്കൂറും സാറ്റർഡേ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു സെഷൻ വേണം. അപ്പോൾ ഈ 2 ദിവസമാണ് പോലീസുകാർ ശരിക്കും പോകുന്നത്. ഒരു സ്കൂളിൽ വേണ്ടിയിട്ട് 2 DAs ഉണ്ടാവും, DAയും ഒരു അസിസ്റ്റൻറ്റ് DAയും. അപ്പോൾ ഇഫ് സപ്പോസ് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സപ്പോസ് ഇപ്പം ഞാൻ എല്ലാ സ്കൂളിലും വരണം പറയുമ്പോൾ ഒരു 8-10 സ്കൂളുകൾ ഉണ്ടെന്ന് വയ്ക്കുക. ചില സ്ഥലങ്ങളിൽ സ്കൂളുകൾ കൂടുതലാണ്. അപ്പോൾ ഈവൻ 8 സ്കൂളുകളിൽ വയ്ക്കുക. അപ്പോൾ 8-2 16 പേര് നമുക്ക് വെനസ്ഡേ വൈകിട്ട് സ്പെയർ ചെയ്യേണ്ടി വരും, സാറ്റർഡേ. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് റിട്ടയർഡായിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും, അപ്പോൾ ഈവൻ നമുക്ക് സീനിയർ കാഡറ്റ്സ് ആയിട്ട് പിരിഞ്ഞു പോയ ആളുകളെയും നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ വെച്ച് നടത്തി നമുക്ക് ഇവരെ എടുത്താൽ ഇതൊരു ഫോഴ്സ് മൊബിലൈസർ പോലെയാണ്, മൾട്ടിപ്ലയർ പോലെയാണ്. സോ അവരെ നമുക്ക് ഉപയോഗിച്ചിട്ട് DAs ആയിട്ട് ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോജക്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരാവുന്നതാണ്. ബട്ട് ആ സമയത്ത് നമുക്ക് നല്ലൊരു SPC ഓൾറെഡി ഡയറക്ടറേറ്റ് ഉണ്ട്, ട്രെയിനിങ് അക്കാഡമി വേണ്ടി വരും. അപ്പോൾ ഇത്രത്തോളം എക്സ്പാൻഷൻ ആകുമ്പോൾ നമുക്ക് ഡയറക്ടറേറ്റ് ലെവലിലും കുറച്ച് കൂടുതൽ മാൻ പവർ വേണ്ടി വരും. അപ്പോൾ SPCനെ സംബന്ധിച്ചോളം ഇതാണ് നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനിയൊരു കാര്യം ചോദിച്ചത് കോളേജ് പോലീസ് കാഡറ്റാണ്. അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി ഈ അടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലി ഈ ഡ്രഗ്സ്, ആൻറ്റി ഡ്രഗ് ആക്ടിവിറ്റീസ് ഗവൺമെൻറ്റിൽ നിന്ന് ശക്തമായിട്ട് ചെയ്യണം പറഞ്ഞ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടിയുള്ള യോഗങ്ങൾ നടത്തിയായിരുന്നു. അപ്പോൾ ആ യോഗത്തിലും വന്നത് ഈ കോളേജ് ക്യാമ്പസിലും നമുക്ക് ഇതിൻ്റെ ഒരു സുരക്ഷിതം എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഓൾറെഡി DGയുടെ സർക്കുലർ പ്രകാരം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസ് പറയുമ്പോൾ പൊതുവെ പോലീസ് പോകുന്നത് എന്തെങ്കിലും അവിടെ അടിയോ ബഹളമോ പ്രശ്നമോ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ റെസ്പോണ്ട് മാത്രമാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ കോളേജ് പോലീസ് കാഡറ്റ് പദ്ധതിയും നടപ്പിലാക്കണം പറഞ്ഞിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്.